നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. എൻ്റെ കഥാപ്രേമികളായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് കൊച്ചി സാമ്രാജ്യത്തിൻ്റെ ധീരചക്രവർത്തിയായിരുന്ന, ശക്തനിൽ ശക്തനായിരുന്ന ശ്രീമാൻ ശക്തൻ തമ്പുരാൻ തിരുമനസിൻ്റെ ചരിത്ര കഥയുടെ രണ്ടാം ഭാഗമായിരുന്നു. അത് എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ആ ധീരനായ ചക്രവർത്തിയുടെ കഥയുടെ അടുത്ത ഭാഗത്തിലേക്ക് എൻ്റെ കഥാപ്രേമികളെ ഞാൻ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ്. ഒരിക്കൽ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് നായാട്ടിനായി ഒരു വനത്തിൽ എഴുന്നള്ളിയ സമയം ഒരു പുലി തിരുമനസ്സിലെ നേരെ ചാടിച്ചെന്നു. തിരുമനസ്സുകൊണ്ട് തൽക്കാലം അല്പമൊന്നു പരിഭ്രമിച്ചെങ്കിലും ഉടൻ തന്നെ ധൈര്യത്തെ അവലംബിക്കുകയും തൃക്കയ്യിലുണ്ടായിരുന്ന ഇരട്ടക്കുഴൽ തോക്കിൽ നിന്ന് ഒരു നിറ ഒഴിക്കുകയും ആ വെടിയേറ്റ് പുലി തൽക്ഷണം നിലത്തു വീഴുകയും ചെയ്തു. തിരുമനസ്സിലെ സഹായത്തിനായി വേറൊരു വെടിക്കാരൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പുലിയെ കണ്ട മാത്രയിൽ തന്നെ അവനെ കാണാതായി. അങ്ങനെ ആ പുലിയെ കൊന്നതിൻ്റെ ശേഷം തിരുമനസ്സുകൊണ്ട് അവൻ എവിടേക്ക് പോയി ഒളിച്ചെന്ന് അറിയാനായിട്ട് 4 വശത്തേക്കും നോക്കി. അപ്പോൾ അവൻ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നതായി കണ്ടു. തന്റെ ദേഹരക്ഷയ്ക്കായി താൻ കൊണ്ടുവന്നവൻ അത് നോക്കാതെ സ്വന്തം ദേഹരക്ഷയെ മാത്രം കരുതി പ്രവർത്തിച്ചതുകൊണ്ട് തിരുമനസ്സിലേക്ക് അവന്റെ പേരിൽ വളരെ അപ്രീതിയും കോപവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ തിരുമനസ്സുകൊണ്ട് തന്റെ തോക്കിന്റെ മറ്റേ കുഴലിലുണ്ടായിരുന്ന നിറ അവന്റെ നേരെ വയ്ക്കുകയും അവൻ ചത്ത് നിലത്ത് വീഴുകയും ഉടനെ തിരുമനസ്സുകൊണ്ട് നായാട്ടു മതിയാക്കി കോവിലകത്തേക്ക് എഴുന്നള്ളുകയും ചെയ്തു. 973 ആണ്ട് നാടുനീങ്ങിയ തിരുവിതാംകൂർ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഒരിക്കൽ ആലുവ കൊട്ടാരത്തിൽ എഴുന്നള്ളി താമസിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം മധ്യാഹ്ന സമയത്ത് കയ്യിൽ ഒരു പീലിക്കുന്തവും ചുമലിൽ ഒരു വലിയ ഭാണ്ഡവും വഹിച്ചുകൊണ്ട് ധാരാളമായി വളർന്നിരുന്ന തലമുടി കെട്ടിവെക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യൻ അവിടെ സമീപത്തുള്ള ഒരു മലയിൽ നിന്ന് ഇറങ്ങി പുഴയിലേക്ക് വരികയും അങ്ങനെ കൊട്ടാരത്തിന് വടക്കുവശത്തുള്ള മണൽപ്പുറത്ത് പീലിക്കുന്തവും ഭാണ്ഡവും വച്ചിട്ട് കുളിയും നിത്യകർമാനുഷ്ഠാനാദികളും കഴിച്ചതിന്റെ ശേഷം ആ മണൽപ്പുറത്തു തന്നെ ഒരടുപ്പ് കൂട്ടി ഭാണ്ഡത്തിൽ നിന്ന് അരിയും വിറകും പാത്രവും എടുത്ത് സ്വയം പാകവും ഉപ്പും മുളകും മാത്രം കൂട്ടി ഭക്ഷണവും കഴിച്ചിട്ട് പാത്രം തേച്ച് മുക്കി ഭാണ്ഡത്തിൽ വച്ചു കെട്ടി ആ ഭാണ്ഡവും പീലിക്കുന്തവും എടുത്തുകൊണ്ട് വന്ന വഴിയെ തന്നെ പോവുകയും ചെയ്തു. ആ സമയത്ത് രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് കൊട്ടാരത്തിൽ എഴുന്നള്ളിയിരുന്നത്. ആ മനുഷ്യൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അടുക്കൽ നിന്നിരുന്ന കേശവപിള്ള ദിവാൻജിയോട് ചോദിച്ചു, ആ മണൽപ്പുറത്ത് അരി വച്ച് ഊണ് കഴിച്ചു പോയ മനുഷ്യൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഉടനെ അടിയനു മനസ്സിലായില്ല എന്ന് ദിവാൻജി തിരുമനസ്സിനെ അറിയിച്ചപ്പോ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, അത് നമ്മുടെ പെരുമ്പടപ്പിൽ മൂപ്പിന്നാണ്. അവിടത്തേക്ക് വയ്യാത്തതായിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ ഒരു നേരം കഴിച്ചു കൂട്ടാൻ പോലും എന്നെ കൊണ്ട് സാധ്യമല്ല. അദ്ദേഹം ഇനി ഒരു ദിവസം ഇങ്ങോട്ടേക്ക് ചിലപ്പോൾ വരവുണ്ടായേക്കാം. അതിനി എന്നാണാവോ? എല്ലാവരും അത് കരുതിയിരുന്നോണം. ആളറിയാതെ അബദ്ധമൊന്നും പറ്റാൻ ഇടയാകരുത് എന്നരുളി ചെയ്തു. പിന്നീട് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ആലുവ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി. അങ്ങനെ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സിനെ കാണുകയും കുറച്ചു നേരം അവർ തമ്മിൽ പരസ്പരം സംഭാഷണം ചെയ്തിരുന്നതിന്റെ ശേഷം ശക്തൻ തമ്പുരാൻ തിരികെ എഴുന്നള്ളുകയും ചെയ്തു. അങ്ങനെ ഒരാണ്ടില് ഇടവപ്പാതിയല്ല മിഥുനപ്പാതി കഴിഞ്ഞിട്ടും മഴ പെയ്യാതിരുന്നത് കൊണ്ട് തൃശവപ്പേരൂർ മുതലായ സ്ഥലങ്ങളിലുള്ള ജനങ്ങളൊക്കെ കൂടി ശക്തൻ തമ്പുരാൻ തിരുമനസ്സിലെ അടുക്കൽ ചെന്ന് സങ്കടം അറിയിച്ചു. ഉടനെ തിരുമനസ്സുകൊണ്ട് തൃശവപ്പേരൂർ എഴുന്നള്ളി വാദ്യാൻ നമ്പൂരി മുതലായ മഹാബ്രാഹ്മണരെ തിരുമുമ്പാകെ വരുത്തി.
എന്നിട്ട് ആ മഹാബ്രാഹ്മണരോട് ചോദിച്ചു, ഹേയ്, മഴ പെയ്യിക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അത് കേട്ടപാടെ ആ മഹാബ്രാഹ്മണര് പറഞ്ഞു, ജലജപം തുടങ്ങിയാൽ 12 ദിവസത്തിനകം മഴ പെയ്യും, അത് തീർച്ചയാ എന്നവര് തിരുമനസിനെ അറിയിച്ചു. അങ്ങനെ അതിനു വേണ്ടി വരുന്ന മഹാബ്രാഹ്മണർക്കൊക്കെ അതികേമായിട്ട് സദ്യയും അതുപോലെ തന്നെ കാര്യമായിട്ട് ദക്ഷിണയൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം തന്നെ ജലജപം കൽപ്പിച്ചു തുടങ്ങി. അങ്ങനെ ഒരു 11 ദിവസം കഴിഞ്ഞിട്ടും മഴ പെയ്തില്ല. 12-ാം ദിവസം ജലജപത്തിനുള്ള സമയമായപ്പോ തിരുമനസ്സുകൊണ്ട് വാളും ഊരിപ്പിടിച്ച് ജലജപ സ്ഥലത്ത് എഴുന്നള്ളി. എന്നിട്ട് അതിന് വന്ന നമ്പൂരിമാരെയൊക്കെ വിളിച്ച് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചേ? ജലജപം തുടങ്ങിയിട്ട് ഇന്ന് 12-ാം ദിവസമായിരിക്കുന്നു, ഇതുവരെ മഴ പെയ്തില്ല. ഇന്ന് മഴ പെയ്യാത്ത പക്ഷം നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിട്ടയക്കില്ല. അത് എല്ലാവരും നല്ല പോലെ കരുതിക്കൊള്ളണം എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. കൽപ്പന കേട്ടപ്പോഴേക്കും നമ്പൂരിയാർക്ക് ഭയവും വ്യസനവും പരിഭ്രമവും കലശിലായി. ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് കോപം വന്നാൽ കഴുത്ത് വെട്ടിക്കളയാനും മടിക്കുന്ന ആളല്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നത് കൊണ്ട് നമ്പൂരിമാരെല്ലാവരും ഭക്തിയോടുകൂടി ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് മനസ്സിരുത്തി ജലജപം തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കാർമേഘം കൊണ്ട് ആകാശമണ്ഡലം നിറഞ്ഞു എന്ന് മാത്രല്ല, അതികേമായി മഴ പെയ്തു തുടങ്ങിയും ചെയ്തു. തിരുമനസ്സുകൊണ്ട് സന്തോഷിച്ച് അന്ന് നമ്പൂരിമാർക്കെല്ലാവർക്കും പതിവിലിരട്ടി ദക്ഷിണ കഴിച്ച് അവരെ സന്തോഷിപ്പിക്കുകയും അന്ന് മുതല് മുടക്കം കൂടാതെ ധാരാളമായി മഴ പെയ്തു തുടങ്ങുകയും ചെയ്തു. അത് കൂടാണ്ട് ഒരു ആട്ടത്തിരുനാൾ ദിവസം ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് പതിവ് സമയത്ത് അമൃതത്തിന് എഴുന്നള്ളാതെ ഇരുന്നപ്പോ വലിയ ചിറ്റമ്മ തമ്പുരാട്ടിയും മറ്റു തമ്പുരാക്കന്മാരും കാത്തിരുന്നു. വലിയ ചിറ്റമ്മ തമ്പുരാട്ടിയും മറ്റുള്ള തമ്പുരാക്കന്മാരും ശക്തൻ തമ്പുരാനെ കാത്തിരുന്നു. അങ്ങനെ വളരെ നേരം കഴിഞ്ഞപ്പോഴേക്കും ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി. അതിനുശേഷം അവിടെയുള്ള മറ്റുള്ള തമ്പുരാക്കന്മാരോടൊപ്പം അമൃതത്തിന് ഇരിക്കുകയും ചെയ്തു. ഉടനെ പതിവ് പോലെ ശക്തൻ തമ്പുരാൻ തിരുമനസ്സിലേക്ക് വിളമ്പി കൊടുത്തിട്ട് വലിയ തമ്പുരാട്ടിയും അമൃതത്തിനിരുന്നു. എന്നിട്ട് വലിയ തമ്പുരാട്ടി ചോദിച്ചു, കുഞ്ഞിപ്പിള്ള ഇന്നെന്താ ഇത്ര താമസിച്ചത് എന്ന് ചോദിച്ചു. ഉടനെ ശക്തൻ തമ്പുരാൻ പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ കുളിക്കാനായിട്ട് പുറപ്പെട്ടപ്പോ ഒരു മാപ്പിള ഒരു പശുവിനെ അറത്തു എന്ന് കേട്ടു. എന്നാൽ അവന്റെ കഥ കഴിച്ചിട്ടാവാം കുളി എന്ന് വിചാരിച്ച് ഉടനെ പോയി. അങ്ങനെ അന്വേഷിച്ച് അവനെ പിടികൂടി കൊന്നതിന്റെ ശേഷമാണ് കുളിച്ചത്. അതുകൊണ്ടാണ് സ്വല്പം താമസം പറ്റിപ്പോയത് എന്ന് തമ്പുരാൻ പറഞ്ഞു. അത് കേട്ടപ്പോ തമ്പുരാട്ടി പറഞ്ഞു, കഷ്ടം, ഇന്ന് ആട്ടപ്പിറന്നാളായിട്ട് ഇങ്ങനെ ചെയ്തത് ഒട്ടും നന്നായില്ല. സൽക്കർമ്മം ചെയ്യേണ്ടുന്ന ദിവസം ദുഷ്കർമ്മം ചെയ്യേ, നരഹത്യ തന്നെ കഷ്ടം. വിശേഷിച്ച് ജന്മനക്ഷത്ര ദിവസം അത് മഹാകഷ്ടം തന്നെ എന്ന് ചിറ്റമ്മ തമ്പുരാട്ടി പറഞ്ഞു. അത് കേട്ടപ്പോ ശക്തൻ തമ്പുരാൻ പറഞ്ഞു, ജന്മനക്ഷത്ര ദിവസം ഗോഹത്യ ചെയ്യുന്നത് നല്ലതാണോ? അത് നല്ലതാണെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റ് തന്നെ. അത് കേട്ടപ്പോ തമ്പുരാട്ടി പറഞ്ഞു, അവൻ ചെയ്തത് നന്നായില്ല, അതെനിക്കറിയാം, എങ്കിലും അതിന്റെ പാപം അവനല്ലേ അനുഭവിക്കേണ്ടത് എന്ന് ചിറ്റമ്മ തമ്പുരാട്ടി ചോദിച്ചു. അത് കേട്ട ഉടനെ ശക്തൻ തമ്പുരാൻ പറഞ്ഞു, ചിറ്റമ്മേ, അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. അവൻ ചെയ്ത പാപം അവൻ അനുഭവിക്കുമായിരിക്കാം, എങ്കിലും അത് കേട്ടിട്ട് ഞാനൊന്നും ചെയ്യാതിരുന്നാൽ അത് പാപല്ലേ? അത് ഞാൻ അനുഭവിക്കേണ്ടതായി വരില്ലേ? യഥാക്രമം ശിക്ഷാരക്ഷകൾ ചെയ്ത് ഈ രാജ്യത്ത് നീതി നടത്താനുള്ള ചുമതല എനിക്കാണ്. അത് ഞാൻ ചെയ്യാതിരുന്നാൽ പരലോകത്ത് ചെല്ലുമ്പോ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കാൻ ആളുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ കാലത്ത് ഇപ്രകാരമുള്ള ദുഷ്കൃത്യം ഈ രാജ്യത്ത് ആരും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെ അരുളി ചെയ്തുകൊണ്ട് അമൃതത്വം കഴിച്ച് അവിടുന്ന് തിരിച്ച് എഴുന്നള്ളുകയും ചെയ്തു. ഇത് കൂടാതെ പ്രസിദ്ധമായ തൃശവപ്പേരൂർ പൂരം ശക്തൻ തമ്പുരാൻ തിരുമനസിന്റെ കാലത്ത് അവിടത്തെ കൽപ്പന പ്രകാരം ഉണ്ടാക്കിയതാണ്.
അതിനു മുമ്പ് അവിടെ അങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ തിരുമനസ്സുകൊണ്ട് തൃശവപ്പേരൂർ എഴുന്നള്ളി താമസിച്ചിരുന്നപ്പോ ആ ദേശക്കാരെയെല്ലാം തിരുമുമ്പാകെ വരുത്തി ഇവിടെ ആണ്ടുതോറും മേടമാസത്തിൽ പൂരം ഒരു ആഘോഷ ദിവസമായി കൊണ്ടാടണം. അതിന് നാട്ടുകാരെല്ലാവരും ചേർന്ന് തിരുവമ്പാടി, പാറമേക്കാവ് ഇങ്ങനെ 2 ഭാഗമായി പിരിഞ്ഞ് സംഘം ചേർന്ന് അത് നടത്തണം. അന്ന് സമീപത്തുള്ള ഭഗവതിമാരെയും ശാസ്താവ് മുതലായ ദേവന്മാരെയും എഴുന്നള്ളിച്ച് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ കൊണ്ടുവരണം. അവയിൽ തിരുവമ്പാടിയിൽ നിന്നും പാറമേക്കാവിൽ നിന്നുമുള്ള എഴുന്നള്ളത്തുകൾ പ്രധാനങ്ങളായിരിക്കണം. ഈ വകയ്ക്ക് വേണ്ടുന്ന പണം ജനങ്ങൾ വീതിച്ചെടുത്ത് ചെലവ് ചെയ്യണം. പിന്നെ വേണ്ടുന്ന സഹായങ്ങളെല്ലാം നാം ചെയ്തു തരികയും ചെയ്യാം എന്നരുളി ചെയ്യുകയും എഴുന്നള്ളത്ത് സംബന്ധിച്ച് മറ്റും വേണ്ടുന്ന മുറകളും ചടങ്ങുകളുമെല്ലാം പ്രത്യേകം കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ ജനങ്ങളെല്ലാവരും ആ കൽപ്പനയെ സമ്മതിക്കുകയും ആ ആണ്ടിൽ തന്നെ പൂരമഹോത്സവം തുടങ്ങുകയും ചെയ്തു. തൃശവപ്പേരൂർ പൂരത്തിന് ഇപ്പോഴും തുടർന്നു വരുന്ന ചട്ടവട്ടങ്ങളെല്ലാം ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് അന്ന് കൽപ്പിച്ച് നിശ്ചയിച്ചിട്ടുള്ളവ തന്നെയാണ്. പൂരം തുടങ്ങിയ കാലം മുതല് ആജീവനാന്തം അവിടുന്ന് കൂടി എഴുന്നള്ളിയാണ് ആ മഹോത്സവം നടത്തിയിരുന്നത്. തിരുമനസ്സുകൊണ്ട് പൂരം സംബന്ധിച്ചുള്ള ശ്രമങ്ങളും ചട്ടം കെട്ടുകളും ചെയ്തുകൊണ്ട് 2-3 മാസത്തോളം തൃശവപ്പേരൂര് തന്നെ എഴുന്നള്ളി താമസിച്ചു പോയതുകൊണ്ട് അക്കാലത്ത് അമ്മത്തമ്പുരാൻ കോവിലകത്തേക്ക് ചെലവിനുള്ള പണം അയച്ചു കൊടുക്കുന്നതിന് അവിടേക്ക് സാധിച്ചില്ല. അതുകൊണ്ട് വലിയ തമ്പുരാട്ടി തന്റെ സ്വന്തം പുത്രന്മാരോട് പറഞ്ഞു, ഏയ് കുഞ്ഞിപ്പിള്ള, നമ്മുടെ കാര്യം മറന്നുപോയിരിക്കുവോ? ചെലവിനുള്ള പണം ഇതുവരെ അയച്ചു തന്നില്ലല്ലോ. ഇനി എവിടെ നിന്നെങ്കിലും കുറച്ച് പണം കടം വാങ്ങുക തന്നെ, അല്ലാതെ ഇപ്പോ നിവർത്തിയില്ലല്ലോ എന്നരുളി ചെയ്തു. അത് കേട്ടപ്പോ കൊച്ചു തമ്പുരാട്ടിമാരെല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞു, ആ അമ്മയ്ക്ക് ഇങ്ങനെ തന്നെ വേണം. അമ്മ ഓപ്പയെ ക്രമത്തിലധികം വാത്സല്യിച്ച് എടുത്ത് തലയിൽ വയ്ക്കുന്നതിന്റെ ഫലാണിത് എന്ന് തിരുമനസ്സറിയിച്ചു. അത് കേട്ട് വലിയ തമ്പുരാട്ടി പറഞ്ഞു, ആ ഒരു പരിധി വരെ നിങ്ങൾ പറഞ്ഞത് ശരിയാ. ആട്ടെ, ഇനി കുഞ്ഞിപ്പിള്ള ഇവിടെ വന്നാൽ ഞാൻ അവനോട് മിണ്ടോ പോലും ഇല്ല, നിശ്ചയം തന്നെ എന്ന് അരുളി ചെയ്തു. അങ്ങനെ പൂരം കഴിഞ്ഞതിന്റെ ശേഷമാണ് ശക്തൻ തമ്പുരാൻ തിരുമനസ്സിലേക്ക് ആ സംഗതി, അതായത് സ്വന്തം ചിറ്റമ്മയ്ക്ക് പണം അയച്ചു കൊടുത്തില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. ഉടനെ തന്നെ തൃപ്പൂണിത്തറയ്ക്ക് എഴുന്നള്ളി തൽക്ഷണം ചിറ്റമ്മ തമ്പുരാട്ടിയുടെ തിരുമുമ്പാകെ എത്തുകയും ചെയ്തു. എന്നിട്ട് ഒരു കുടുന്ന സ്വർണ പുഷ്പം എന്ന് വെച്ചാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ പൂവ് ചിറ്റമ്മ തമ്പുരാട്ടിയുടെ ആ തൃപ്പാദത്തിൽ ചൊരിഞ്ഞ് സാഷ്ടാംഗമായി നമസ്കരിച്ചു. എന്നിട്ട് ശക്തൻ തമ്പുരാൻ പറഞ്ഞു, ചിറ്റമ്മേ, എനിക്ക് കുറച്ചൊരു അന്ധാളിത്തം പറ്റിപ്പോയി. അത് അവിടുന്ന് സദയം ക്ഷമിക്കണം. ചെലവിനുള്ള പണം പലിശയോടുകൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നരുളി ചെയ്യുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ആ പണം ചിറ്റമ്മ തമ്പുരാട്ടിയുടെ തിരുമുമ്പാകെ വയ്ക്കുകയും ചെയ്തു. ഉടനെ തന്നെ ചിറ്റമ്മ വലിയ തമ്പുരാട്ടി പറഞ്ഞു, എനിക്ക് കുഞ്ഞിപ്പിള്ളയോട് യാതൊരു രസക്കേടുമില്ല. പണത്തിന് താൽക്കാലികമായുണ്ടായ ആ ബുദ്ധിമുട്ട് കൊണ്ടും എന്റെ ശുദ്ധഗതി കൊണ്ടും സ്വല്പമായി വല്ലതും മനസ്സിൽ തോന്നി എന്നുണ്ടെങ്കിലും കുഞ്ഞിപ്പിള്ളയെ കണ്ടപ്പോ തന്നെ അതെല്ലാം തീർന്നു എന്നരുളി ചെയ്യുകയും ചെയ്തു. ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് അത് കേട്ട് സന്തോഷിക്കുകയും ഉടനെ തിരുമുമ്പാകെ നിന്ന് എഴുന്നള്ളുകയും ചെയ്തു. പിന്നീട് ഒരിക്കല് ഈ ശക്തൻ തമ്പുരാൻ തിരുമനസ്സിലെ കാലത്ത് തിരുവിതാംകൂർ രാജ്യം വാണിരുന്നത് 973 ആണ്ട് നാട് നീങ്ങിയ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ടായിരുന്നു എന്നുള്ളത് എന്റെ കഥാപ്രേമികളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അവിടത്തെ ദിവാനായിരുന്നു കേശവപിള്ള. ഒരിക്കൽ നമ്മുടെ കേശവപിള്ള ആ രാജ്യത്തെ ആ മഹാരാജാവ് തിരുമനസിന്റെ അടുക്കൽ പറഞ്ഞു, വല്ല പ്രകാരവും കൊച്ചി രാജ്യം കൂടി പിടിച്ചടക്കിയാൽ കൊള്ളാമെന്ന് അടിയന് ഒരാഗ്രഹമുണ്ട് എന്നറിയിച്ചു. അത് കേട്ടപ്പോ മഹാരാജാവ് തിരുമനസ് കൊണ്ട് പറഞ്ഞു,
ഇപ്പോഴത്തെ പെരുമ്പടപ്പിൽ മൂപ്പിലെ കാലത്ത് അത് അസാധ്യം തന്നെയാണ്. അതിനെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കേശവൻ കൊച്ചിയിലോളം പോയി അവിടത്തെ സ്വഭാവം ആകപ്പാടെ ഒന്നറിഞ്ഞു പോരൂ എന്നരുളി ചെയ്തു. അത് കേട്ട അന്ന് തന്നെ കേശവപിള്ള ദിവാൻജി കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ തൃപ്പൂണിത്തറ എത്തി. ശക്തൻ തിരുമനസിലെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അവിടത്തെ സേവകന്മാരിൽ ഒരാൾ മുഖാന്തരം തിരുമനസിനെ അറിയിക്കുകയും ചെയ്തു. ഉടനെ തന്നെ തിരുമുൻപാകെ ചെല്ലാൻ കൽപ്പനയാവുകയും ചെയ്തു. അങ്ങനെ കേശവപിള്ള ദിവാൻജി കാണാനായി ചെന്ന സമയത്ത് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് തൃക്കൈയിൽ വാളും ഊരിപ്പിടിച്ച് കളിക്കോട്ടയിൽ ലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരുമനസ്സിലെ കണ്ടപ്പോ തന്നെ ദിവാൻജിയുടെ ദേഹം വിയർക്കുകയും വിറച്ചു തുടങ്ങുകയും ചെയ്തു. അടുത്തു ചെല്ലാൻ ഭയം തോന്നിയതുകൊണ്ട് അകലെ നിന്ന് വന്ദിച്ചു. അത് കണ്ടപ്പോ തിരുമനസ്സുകൊണ്ട് ചോദിച്ചു, എന്താ ഇത്ര ദൂരെ നിൽക്കണത്? അടുത്തു വരൂ എന്നരുളി ചെയ്തു. അത് കേട്ടപ്പോ കേശവപിള്ള വളരെ ഭയത്തോടുകൂടി അടുത്ത് ചെല്ലുകയും ചെയ്തു. ഉടനെ തിരുമനസ്സുകൊണ്ട് കുശലപ്രശ്നാനന്തരം കേശവനെ എനിക്ക് ഇപ്പൊ കണ്ടാ കൊള്ളാന്ന് ഞാൻ ഇപ്പതേ ഇങ്ങോട്ട് വിചാരിച്ചുള്ളൂ. പക്ഷേ ഇപ്പൊ കാണാൻ സംഗതി ആയില്ലോ, സന്തോഷായി. കേശവനെ നാം നമ്മുടെ ഒരു സ്വന്തം ആളായിട്ടാണ് വച്ചിരിക്കുന്നത് എന്ന് ശക്തൻ തമ്പുരാൻ അരുളി ചെയ്തു. എന്നിട്ട് തമ്പുരാന്റെ ആ തൃക്കൈയിലിരുന്ന വാളും 2 കൈക്കും വീരശൃംഖലയും ഒരു കുത്ത് താവുമുണ്ടും കൽപ്പിച്ച് കൊടുത്ത് യാത്ര അയക്കുകയും ചെയ്തു. കേശവപിള്ള സന്തോഷത്തോടും ഭയത്തോടും കൂടിയാണ് സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ട് തിരുമുൻപിൽ നിന്ന് പോയത്. അങ്ങനെ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി മഹാരാജാവ് തിരുമനസിലെ തിരുമുൻപാകെ ചെന്നപ്പോ അവിടത്തെ മഹാരാജാവ് ചോദിച്ചു, എന്തെല്ലാമാണ് കേശവൻ പിള്ള പോയിട്ട് വർത്താനങ്ങളൊക്കെ കേക്കട്ടെ. കേശവന്റെ ആ ആഗ്രഹം ഫലിക്കുവോ? എന്തു തോന്നണു എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അത് കേട്ട ഉടനെ കേശവപിള്ള പറഞ്ഞു, അടിയങ്ങൾക്ക് തെറ്റുപറ്റി. ആ തിരുമനസിലെ കാലത്ത് അസാധ്യം തന്നെയാ എന്ന് കേശവപിള്ള തിരുമനസിനെ അറിയിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോ രാമവർമ്മ മഹാരാജാവ് ചോദിച്ചു, ഞാൻ അത് നേരത്തെ കേശവപിള്ളോട് പറഞ്ഞതല്ലേ, അദ്ദേഹത്തിന്റെ അടുക്കൽ കേശവന്റെ വിദ്യ ഒന്നും പറ്റില്ല, അദ്ദേഹം ഒരു രാജസിംഹമാണ് എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ തമ്പുരാന്റെ ചിറ്റമ്മ തമ്പുരാട്ടി തീപ്പെട്ടു പോയി എന്ന് വെച്ചാൽ മരണപ്പെട്ടു പോയി എന്ന് സാരം. ആ വലിയ തമ്പുരാട്ടി തമ്പുരാന്റെ ചിറ്റമ്മയായിരുന്നുവെങ്കിലും പെറ്റമ്മയെപ്പോലെ തന്നെയാണ് ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് വിചാരിച്ചു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ശവസംസ്കാരം മുതലായതിന് അവിടുന്ന് കൂടി കൂടുകയും പിണ്ടം അടിയന്തരം ഒക്കെ കേമായി അങ്ങോട്ട് നടത്തുകയും ചെയ്തു. അങ്ങനെ ഒരു കൊല്ലത്തെ പള്ളി ദീക്ഷ ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ടും യഥാവിധി ആചരിച്ചു. അങ്ങനെ തിരുമാസമടിയന്തരം എറണാകുളത്ത് വച്ച് വളരെ ഭംഗിയായി കെങ്കേമവുമായിട്ട് കൽപ്പിച്ച് നടത്തി. ഇങ്ങനെ കെങ്കേമമായിട്ടൊരു തിരുമാസം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് അന്ന് അവിടെ കൂടിയിരുന്ന സകല ജനങ്ങളും സമ്മതിച്ചത്. എങ്കിലും ആ തിരുമാസത്തിന് സ്വൽപ്പം ഒരാക്ഷേപവും കൂടി വന്നുകൂടി. അതായത് ആ സദ്യവകയ്ക്ക് വേണ്ടുന്ന പഞ്ചസാരയ്ക്ക് ഏൽപ്പിച്ചിരുന്നത് കൊച്ചിയിൽ ഒരു വലിയ കച്ചവടക്കാരനെ ആയിരുന്നു. ദേവരേശക്കിണി എന്നൊരു കൊങ്ങിണിയെ ആയിരുന്നു അതിനേൽപ്പിച്ചത്. അയാള് പഞ്ചസാര യഥാകാലം എത്തിച്ചു കൊടുക്കാതിരുന്നത് കൊണ്ട് സദ്യക്ക് പഞ്ചസാര വിളമ്പാൻ സ്വൽപ്പം താമസം വന്നുപോയി. എന്നാൽ വിളമ്പിത്തുടങ്ങിയപ്പോഴോ അത് ധാരാളം വിളമ്പുകയും ചെയ്തു. അത് വേണ്ടുന്ന സമയത്തായില്ല എന്ന ചില ബ്രാഹ്മണര് ആക്ഷേപം പറഞ്ഞു. ആ ആക്ഷേപം തീർക്കുന്നതിനായി ശക്തൻ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് നമ്പൂരിപ്പാടന്മാർക്ക് 4ഉം നമ്പൂരിമാർക്ക് 3ഉം എംബ്രാന്മാര് തിരുമുൽപ്പാടന്മാര് മുതലായവർക്ക് 2ഉം പരദേശ ബ്രാഹ്മണർക്ക് 1ഉം അമ്പലവാസികൾക്ക് 1/2 രൂപ വീതം പ്രതിഗ്രഹം കൊടുത്തു. പ്രതിഗ്രഹം പതിവിൽ കൂടുതൽ കിട്ടിയപ്പോ എല്ലാവർക്കും വളരെ സന്തോഷായി. മുമ്പേ ആക്ഷേപിച്ചിരുന്നവർ തന്നെയും പിന്നെ സ്തുതിച്ചു തുടങ്ങി.
തൃശവപ്പേരൂർ വാദ്യാൻ നമ്പൂരി, വൈദികന്മാര്, പ്രഭുക്കന്മാര് മുതലായി തിരുമാസം അടിയന്തരത്തിനു വന്നുകൂടിയിരുന്ന യോഗ്യന്മാർക്കെല്ലാം പിറ്റേ ദിവസം വൻമുറി സദ്യ കഴിഞ്ഞതിന്റെ ശേഷം തിരുമനസ്സുകൊണ്ട് യഥാക്രമം സമ്മാനങ്ങളും കൽപ്പിച്ചു കൊടുത്ത് സന്തോഷിപ്പിച്ച് അവരെയൊക്കെ യാത്രയച്ചു. അന്ന് അത്താഴം അമൃതത്ത് കഴിഞ്ഞ് പള്ളിക്കുറുപ്പിന് എഴുന്നള്ളാറായപ്പോ പണിക്കര് വലിയ കപ്പിത്താനെ തിരുമുൻപാക വരുത്തി. എന്നിട്ട് ശക്തൻ തമ്പുരാൻ ചോദിച്ചു, നമ്മുടെ ദേവരേശൻ പഞ്ചസാര സമയത്തിന് എത്തിച്ചു തന്നില്ല എന്നുള്ള വിവരം പണിക്കർ കപ്പിത്താനും അറിഞ്ഞിരിക്കുമല്ലോ ഇല്ലേ? അവന്റെ പാർപ്പ് കൊച്ചിയിൽ എന്റെ സാമ്രാജ്യത്തിൽ എന്റെ കോട്ടയ്ക്കകത്തായതുകൊണ്ട് നമ്മെ കൂസാണ്ട് ഇങ്ങനെ ചെയ്യാൻ അവൻ എന്ത് ധൈര്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ ഉണരുമ്പോ എനിക്ക് തൃക്കണി കാണാൻ തക്കവണ്ണം അവന്റെ തല എന്റെ മുൻപിൽ കൊണ്ടുവരണം. കൊച്ചിയിൽ കോട്ടവാതിൽ അടയ്ക്കുന്നതിന് മുൻപ് അകത്ത് കടക്കണം. അതിനാൽ ഇപ്പോൾ തന്നെ പൊയ്ക്കൊള്ളുക എന്ന് അരുളി ചെയ്തിട്ട് പള്ളിക്കുറുപ്പിന് എഴുന്നള്ളി. എന്നാൽ ഇവിടെ കൊച്ചി കോട്ടയുടെയും ദേവരേശക്കിണിയുടെയും സ്ഥിതിയെപ്പറ്റി എന്റെ കഥാപ്രേമികളോട് സ്വല്പം വിവരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ബ്രിട്ടീഷ് കൊച്ചി എന്ന് പറയപ്പെടുന്ന സ്ഥലം പണ്ട് കൊച്ചി രാജാവിന്റെ വകയായിരുന്നു. പോർച്ചുഗീസുകാർ ആദ്യം കൊച്ചിയിൽ വന്ന സമയത്ത് അവരുടെ അപേക്ഷ പ്രകാരം ആ സ്ഥലം രാജാവ് അവർക്ക് കൊടുക്കുകയും രാജാവിന്റെ അനുമതിയോടുകൂടി അവര് അവിടെ ഒരു കോട്ട കെട്ടിക്കുകയും ചെയ്തു. കോട്ടയുടെ പടിഞ്ഞാറ് വശം സമുദ്രവും വടക്കുവശം തുറമുഖവും കിടങ്ങുമുണ്ടാക്കുകയും 2-3 കോട്ടവാതിലുകൾ ഉണ്ടാക്കിച്ച് കോട്ടവാതിൽക്കലെല്ലാം പട്ടാളക്കാരുടെ കാവലേർപ്പെടുത്തുകയും ചെയ്തിരുന്നു. രാത്രി 10 മണി മുതൽ 4 മണി വരെ കോട്ടവാതിലുകൾ അടച്ചിടുക പതിവായിരുന്നതുകൊണ്ട് ആ സമയത്ത് ആർക്കും കോട്ടയ്ക്കകത്തു നിന്ന് പുറത്തേക്കും പുറത്തു നിന്ന് അകത്തേക്കും ഗതാഗതങ്ങൾ ചെയ്യുവാൻ നിവർത്തിയില്ലായിരുന്നു. കോട്ടവാതിലുകൾ അടച്ചിരിക്കുന്ന സമയങ്ങളിൽ കോട്ടയ്ക്കകത്തും പട്ടാളക്കാരുടെ കാവലുണ്ടായിരുന്നു. പോർച്ചുഗീസുകാര് അവിടം വിട്ടുപോയതിന്റെ ശേഷം ആ സ്ഥലം ലന്തക്കാര് കൈവശപ്പെടുത്തി. അവരും ഏകദേശം 6 കൊല്ലത്തോളം കാലം പോർച്ചുഗീസുകാരെ പോലെ സൈന്യസമേതം അവിടെ പാർത്തിരുന്നു. ലന്തക്കാര് അവിടെ നിന്ന് പോയതിന്റെ ശേഷമാണ് ആ സ്ഥലം ഇംഗ്ലീഷുകാരുടെ കൈവശമായി തീർന്നത്. അതിനുശേഷം പിന്നീട് കോട്ട നശിച്ചു പോവുകയും ആ സ്ഥലത്തിന് ബ്രിട്ടീഷ് കൊച്ചി എന്ന നാമം സിദ്ധിക്കുകയും ചെയ്തു. ഇപ്രകാരമായിരുന്നു ബ്രിട്ടീഷ് കൊച്ചിയുടെ ചരിത്രം. ഇനി ദേവരേശക്കിണിയെ കുറിച്ച് പറയാം. ദേവരേശക്കിണി വലിയ ധനവാനും പല സ്ഥലങ്ങളിൽ കച്ചവടം നടത്തി വന്നിരുന്ന ആളും കൊങ്ങിണികളുടെ പ്രധാനപ്പെട്ട ദേവസ്ഥലമായ തിരുമല ദേവസ്വത്തിലെ അധികാരിയുമായിരുന്നു. എന്ന് മാത്രല്ല, സകല കൊങ്ങിണികളും അയാളുടെ വരുതിയിലുമായിരുന്നു. അയാളുടെ ശമ്പളത്തിൽ കാര്യസ്ഥന്മാരും കണക്കെഴുത്തുകാരും ഗുമസ്തന്മാരും മറ്റുമായി അനേകം പേരുണ്ടായിരുന്നു. അയാളുടെ പ്രധാനപ്പെട്ട കച്ചവട സ്ഥലവും ഭവനവും കൊച്ചിയിൽ കോട്ടയ്ക്കകത്തായിരുന്നതുകൊണ്ട് അയാൾക്ക് കൊച്ചി രാജാവിനെ പോലും ഭയവും ബഹുമാനവും ഉണ്ടായിരുന്നില്ല. അയാളുടെ പ്രധാനപ്പെട്ട കച്ചവട സ്ഥലവും ഭവനവും കൊച്ചിയിൽ കോട്ടയ്ക്കകത്തായിരുന്നതുകൊണ്ട് അയാൾക്ക് കൊച്ചി രാജാവിനെ പോലും ഭയവും ബഹുമാനവും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് കോട്ട ലന്തക്കാരുടെ കൈവശമായിരുന്നതുകൊണ്ട് അവരെ കുറിച്ച് മാത്രമേ അയാൾക്ക് സ്വല്പം ബഹുമാനമുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയായിരുന്നു ദേവരേശന്റെ സ്ഥിതി. ഇനി നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ ശക്തൻ തമ്പുരാന്റെ കൽപ്പന കേട്ട മാത്രയിൽ വലിയ കപ്പിത്താൻ തന്റെ അരവാളും കുറച്ച് പണവും എടുത്തുകൊണ്ട് ഒരു വഞ്ചിയിൽ കയറി കൊച്ചിയിൽ ഇറങ്ങുകയും കോട്ടവാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് കോട്ടയ്ക്കകത്ത് കടക്കുകയും ചെയ്തു. കപ്പിത്താൻ പാണ്ഡികശാലയിൽ ചെന്നപ്പോ ദേവരശൻ അന്നത്തെ പിരിവിന്റെയും വരവു ചെലവുകളുടെയും കണക്കുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദേവരേശൻ കപ്പിത്താനെ കണ്ടയുടനെ ഒരു കസേര ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, യജമാനന് ഇവിടെ ഇരിക്കാം. എന്താ ഈ രാത്രിയിൽ ഇങ്ങോട്ട് പുറപ്പെട്ടത്?
വിശേഷിച്ച് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ കപ്പിത്താൻ പറഞ്ഞു, കുറച്ച് പട്ടിന് അത്യാവശ്യമായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ദേവരേശൻ പറഞ്ഞു, ഇതിന് യജമാനൻ തന്നെ ബുദ്ധിമുട്ടി വരണമെന്നില്ലായിരുന്നല്ലോ. ഒരു ആളെ അയച്ചാൽ വേണ്ടുന്ന സാമാനങ്ങളും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കപ്പിത്താൻ പറഞ്ഞു, ഞാൻ തന്നെ വന്ന് വാങ്ങിക്കൊണ്ട് ചെല്ലണമെന്നാണ് കൽപ്പന. വല്ലവരെയും അയച്ചാൽ ശരിയാവുകയില്ലെന്ന് തിരുമനസ്സിലെ വിചാരം. അത് മാത്രല്ല, ഉടനെ തന്നെ വേണമെന്നും ഞാൻ തന്നെ വേണമെന്നുമാണ് കൽപ്പിച്ചത്. എന്ന് മാത്രല്ല, കൽപ്പന ആയതും ഇപ്പോഴാണ്. അതിനാലാണ് ബന്ധപ്പെട്ട് ഞാൻ ഇപ്പൊ തന്നെ പോന്നത്. ആട്ടെ, പട്ടെടുക്കൂ, നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ദേവരേശൻ പറഞ്ഞു, താഴ്ന്ന തരം പട്ടുകൾ മാത്രമേ ഇവിടെ ഇരിക്കണുള്ളൂ. മേൽത്തരം പട്ടുകളെല്ലാം മാളികയുടെ മുകളിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കപ്പിത്താൻ പറഞ്ഞു, അധികം വേണ്ടത് മേൽത്തരത്തിലാണ്, താഴ്ന്ന തരത്തിലും കുറച്ച് വേണം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ദേവരേശൻ താഴ്ന്ന തരം പട്ട് കപ്പിത്താൻ പറഞ്ഞിടത്തോളം മുറിച്ചു കൊടുത്തിട്ട് മേൽത്തരം പട്ട് എടുക്കുന്നതിനായി കപ്പിത്താനോടുകൂടി മാളികയുടെ ആ മുകളിലത്തെ നിലയിലേക്ക് പോയി. അവിടെ ചെന്ന ഉടനെ ദേവരേശൻ വിശേഷപ്പെട്ട ചില പട്ടുതരങ്ങൾ എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുകയും രണ്ടുപേരും ഓരോ കസേരയിൽ ഇരുന്നു കൊണ്ട് സംഭാഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഉടനെ വലിയ കപ്പിത്താനോട് ദേവരേശൻ പറഞ്ഞു, അല്ല, പഞ്ചസാര എത്തിക്കാൻ സ്വല്പം താമസം വന്നു പോയത് കൊണ്ട് എന്റെ പേരിൽ ഇപ്പോൾ തിരുവള്ളക്കേട് ഉണ്ടായിരിക്കും ഇല്ലേ? എന്റെ ജോലി തിരക്കുകൾ കൊണ്ട് ഞാൻ അക്കാര്യം അന്താളിച്ചു പോയി. ഓർമ്മ വന്ന ഉടനെ കൊടുത്തയക്കുകയും ചെയ്തു എന്ന് ദേവരേശൻ കപ്പിത്താനോട് പറഞ്ഞു. അത് കേട്ടപ്പോ കപ്പിത്താൻ പറഞ്ഞു, ഹേ, തിരുവള്ളക്കേടൊന്നും സാരമില്ല. നിങ്ങളൊന്ന് നേരെ തിരുമുമ്പാകെ ചെന്നാൽ അതൊക്കെ തീരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ദേവരേശൻ പറഞ്ഞു, എന്റെ താമസം ആ തമ്പുരാന്റെ രാജ്യത്തായിരുന്നുവെങ്കിൽ എന്റെ കഥ ഇപ്പോ കഴിയുമായിരുന്നു. ഈ കോട്ടയ്ക്കകത്തായതുകൊണ്ട് എനിക്ക് ഒട്ടും ഭയം തോന്നണില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ വലിയ കപ്പിത്താൻ ഉപായത്തിൽ അരവാളെടുത്ത ദേവരേശന്റെ കഴുത്തിന് ഒരൊറ്റ വെട്ടുകൊടുത്തു. കണ്ണ് തുറക്കും മുമ്പേ തൽക്ഷണം തല മുറിഞ്ഞ് താഴെ വീണു. കപ്പിത്താൻ ആ തല ഒരു പട്ടിൽ പൊതിഞ്ഞെടുത്തുകൊണ്ട് താഴത്തേക്ക് പോന്നു. പക്ഷേ ദേവരേശൻ താഴത്തേക്ക് ഇറങ്ങി വരാത്തതുകൊണ്ടും രാത്രി വളരെ അധികമായിരുന്നതുകൊണ്ടും അയാൾ മാളികയുടെ മുകളിൽ കിടന്നുറങ്ങുകയായിരിക്കുമെന്ന് വിചാരിച്ച് അയാളുടെ ഭൃത്യന്മാരും മറ്റും താഴത്ത് കിടന്നുറങ്ങി. ആ സമയത്ത് ദേവരേശൻ താഴത്തേക്ക് ഇറങ്ങി വരാത്തതുകൊണ്ടും രാത്രി വളരെ നേരം അധികമായതുകൊണ്ടും അയാള് മാളികയുടെ മുകളിൽ കിടന്നുറങ്ങുകയായിരിക്കുമെന്ന് വിചാരിച്ച് അയാളുടെ ഭൃത്യന്മാരും മറ്റും താഴത്ത് കിടന്നുറങ്ങി. അങ്ങനെ വീരനായ കപ്പിത്താൻ ദേവരേശന്റെ തലയും കൊണ്ട് അപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങി. എന്നിട്ട് കോട്ടവാതിലിന് സമീപം ഒരു സ്ഥലത്ത് ചെന്നിരുന്നു. 4 മണിക്ക് കോട്ടവാതിൽ തുറന്ന ഉടനെ തന്നെ പുറത്തിറങ്ങി. എന്നിട്ട് അങ്ങോട്ട് പോയ വഞ്ചിയിൽ തന്നെ കയറി കപ്പിത്താൻ എറണാകുളത്ത് എത്തുകയും കോവിലകത്ത് ചെന്നപ്പോൾ തിരുമനസ്സുകൊണ്ട് പള്ളിക്കുറുപ്പ് ഉണർന്നിട്ടില്ലായിരുന്നതിനാൽ ദേവരേശന്റെ തല പട്ടിൽ നിന്നെടുത്ത് പള്ളിയറ വാതിക്കൽ കെട്ടിത്തൂക്കിയിട്ട് പള്ളിക്കുറുപ്പ് ഉണരാനായി കാത്തു നിൽക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോ തിരുമനസ്സുകൊണ്ട് പള്ളിക്കുറുപ്പ് ഉണർന്നു. എന്നിട്ട് പള്ളിയറ വാതിൽ തുറന്നു. ആ സമയം തിരുമനസ്സുകൊണ്ട് ആദ്യം ദേവരേശന്റെ തലയും രണ്ടാമത് വലിയ കപ്പിത്താനെയുമാണ് കണി കണ്ടത്. അത് കണ്ട് തിരുമനസ്സുകൊണ്ട് ഏറ്റവും സന്തോഷിച്ച് കപ്പിത്താനോട് പറഞ്ഞു, പണിക്കര് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഇല്ലേ? എങ്കിലും വിചാരിച്ച കാര്യം സാധിച്ചുല്ലോ. എനിക്ക് വളരെ സന്തോഷായി. പണിക്കര് വലിയ ധീരനും നല്ല ശൂരനും തന്നെയാണ്, അതില് സംശയമില്ല എന്നരുളി ചെയ്തു. അത് കേട്ടപ്പോ കപ്പിത്താൻ പറഞ്ഞു, ഇതൊന്നും അടിയന്റെ ധീരത്വവും ശൂരത്വവും സാമർഥ്യവും മറ്റും കൊണ്ടൊന്നുമല്ല, തിരുമനസ്സിലെ കൽപ്പനയുടെ ശക്തി കൊണ്ട് മാത്രമാണ്. കൽപ്പനയുണ്ടെങ്കിൽ
ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ സാധിക്കുന്നതിനും ആർക്കും കഴിയും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ആട്ടെ, പണിക്കര് ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടാവില്ലല്ലോ, പോയി കിടന്ന് കുറച്ച് ഉറങ്ങൂ. എന്റെ കുളിയും ഊണും കഴിയുമ്പോ പണിക്കരെ ഇവിടെ കാണണം. ഇപ്പൊ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. കൽപ്പന കേട്ട ഉടനെ കപ്പിത്താൻ തിരുമുമ്പാകെ നിന്ന് പോവുകയും ചെയ്തു. ഉടനെ തന്നെ തിരുമനസ്സുകൊണ്ട് ദേവരേശന്റെ ആ തല കായലിൽ കെട്ടിത്താഴ്ത്തിച്ചിട്ട് നീരാട്ടുകുളി, അമൃതേത്വ മുതലായതിന് എഴുന്നള്ളുകയും ചെയ്തു. അങ്ങനെ തിരുമനസ്സുകൊണ്ട് അമൃതേത്വമൊക്കെ കഴിഞ്ഞ് തിരിച്ച് എഴുന്നള്ളിയപ്പോഴേക്കും വലിയ കപ്പിത്താൻ തിരുമുമ്പാകെ എത്തി. കപ്പിത്താനെ കണ്ടയുടനെ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ആ പണിക്കര് കുറച്ചുകൂടി ബുദ്ധിമുട്ടേണ്ടിയിരിക്കുന്നു. നമ്മുടെ ദേവരേശന്റെ പ്രഭാവവും പ്രതാപവും നിമിത്തം കൊച്ചിയിലുള്ള കൊങ്ങിണികളെല്ലാവരും തന്നെ ഏറ്റവും ഗർഭിഷ്ഠന്മാരായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് കൊച്ചിയിൽ പോയി സകല കൊങ്ങിണികളുടെയും അവരുടെ ദേവസ്വത്തിന്റെയും സകല ജംഗമ വസ്തുക്കളും കൊള്ളയായിട്ട് കുത്തിവാരി ഇവിടെ കൊണ്ടുവരണം. ഇതിലേക്ക് ആവശ്യമുള്ള സൈന്യങ്ങളെ കൂടി കൊണ്ടുപോയിക്കൊള്ളുക എന്നരുളി ചെയ്തു. അങ്ങനെ വലിയ കപ്പിത്താൻ ഉടനെ തന്നെ സൈന്യസമേതം കൊച്ചിയിലെത്തി കൊങ്ങിണികളുടെ സ്വന്തവും ദേവസ്വവും വകയുമായുള്ള സകല സ്വത്തുക്കളും കൊള്ളയിട്ട് കുത്തിവാരി തുടങ്ങിയപ്പോ കൊങ്ങിണികളെല്ലാം പരവശരായി തീരുകയും അതുപോലെ തന്നെ അവരുടെ വിഗ്രഹം കൂടി ഈ കപ്പിത്താൻ ഇളക്കിയെടുത്ത് കൊണ്ടുപോയേക്കുമെന്ന് ശങ്കിച്ച് അവരിൽ ചിലര് ആ വിഗ്രഹം ഇളക്കിയെടുത്തുകൊണ്ട് തിരുവിതാംകൂറിലെത്തി അഭയം പ്രാപിക്കുകയും ചെയ്തു. ആ സമയത്ത് വലിയ കപ്പിത്താൻ അവരുടെ ഭരണിപാത്രങ്ങളും പൊൻവെള്ളിപ്പണ്ടങ്ങളും പണവും രത്നങ്ങളുമെല്ലാം കൊണ്ടുപോയി തിരുമുമ്പാകെ വച്ചു. അത് കണ്ട ഉടനെ തിരുമനസ്സുകൊണ്ട് പറഞ്ഞു, ഇവയെല്ലാം നമ്മുടെ ഈടുവയ്പിൽ കൊണ്ടുപോയി സൂക്ഷിക്കട്ടെ എന്ന് കൽപ്പിച്ചു. കൽപ്പന കേട്ട ഉടനെ കപ്പിത്താൻ അവയെല്ലാം ഈടുവയ്പിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തിരുമല ദേവസ്വം വക എന്ന പേര് വെട്ടിയിട്ടുള്ള പാത്രങ്ങളും മറ്റും ഇപ്പോഴും തൃപ്പൂണിത്തുറ ഈടുവെപ്പിൽ കാണുന്നുണ്ട്. ശക്തനിൽ ശക്തനായ, ധീരനിൽ ധീരനായ ആ ശക്തൻ തമ്പുരാൻ തിരുമനസ്സവർകളുടെ കഥ ഈ ഭാഗത്തിലും തീരണമട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ ഈ കഥയുടെ ബാക്കി ഭാഗം ഞാൻ എന്റെ കഥാപ്രേമികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഈ കഥയുടെ 3-ാം ഭാഗം എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി, നമസ്കാരം.